ഇതാണ് മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളെ പോലെ തഴയ്ക്കുമെന്നൊക്കെ പറയത്തില്ലേ, ഹിന്ദിയിൽ ഖജൂർ ക പോത എന്നാണ് പറയുന്നത്. അതാണ് ഖജൂർ ക. ഇവിടെ ഭയങ്കര വെയിലാണ്. വെയിലായിട്ടും കൂടെ ഇതിങ്ങനെ തഴച്ച് നിൽക്കുവാണ്. ഇതിൻ്റെ തഴപ്പ് കണ്ടോ, നല്ല പച്ചപ്പും തഴപ്പും. ഇങ്ങനെ തഴച്ച് നിൽക്കുന്ന മരം പോലെ വചനം പറയുന്നു, ബൈബിൾ പറയുന്നത്, നിൻ്റെ കുഞ്ഞുങ്ങൾ, നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളെ പോലെ തഴയ്ക്കുമെന്ന്. ഹിന്ദി ബൈബിൾ കറക്റ്റായിട്ട് പറയുന്നത് അതാണ്. ഹിന്ദി ബൈബിൾ പറയുന്നത് ഖജൂർ ക പോതാക്കെ സമാൻ ഫലേക. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ച് പറയട്ടെ, വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളെ പോലെ തഴയ്ക്കും. അവർ തക്ക സമയത്ത് ഫലം കായ്ക്കും. അവർ എനിക്ക് അനുഗ്രഹമായി തീരും. എന്നോട് ചേർന്ന് നിങ്ങൾക്കും പറയാൻ പറ്റുമോ? എൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളെ പോലെ തഴയ്ക്കും. അവർ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണുമ്പോൾ ഒരു ഫലമില്ലാത്ത രീതിയിലാണ് പോകുന്നതെങ്കിലും ബൈബിൾ പറയുന്നത് പോലെ നിങ്ങളുടെ വായിൽ ജീവൻ ഇരിക്കുന്നത് കൊണ്ട് മക്കളെ നോക്കി ജീവൻ പറയുക. യേശുവിൻ്റെ നാമത്തിൽ ആ ജീവൻ നിങ്ങളുടെ മക്കളിൽ വെളിപ്പെട്ട് വരും. ആ ജീവൻ നിങ്ങളുടെ മക്കളിൽ നിങ്ങൾ കാണും. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞാനും പറയട്ടെ, എൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളെ പോലെ തഴയ്ക്കും. ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ.